നമ്മുടെ നാട്ടിലും പണ്ട് ഉണ്ടായിരുന്നതാണ് വേട്ടയാടി കൊണ്ടുവരുന്നത്. പണ്ടത്തെ കുഞ്ഞു കുഞ്ഞു വീട് കണ്ടില്ലേ, ഇപ്പൊ ഉണ്ട് പുല്ല് വന്നത്. ഇപ്പൊ അതാ പറഞ്ഞേ, ഇവിടുത്തെ കുറച്ച് വർഷങ്ങൾക്ക് ബാക്കിലാണ് നമ്മുടെ മലാവി എന്ന് പറയുന്നത്. നമസ്കാരം, അരുണാണ് കൂടെ, സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾ കേരള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. വയനാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. വയനാട്ടിലെ ഏൻ ഊര് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു പൈതൃകമൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ആകെ കുറഞ്ഞ ഒരാഴ്ച കൊണ്ട് തീർക്കണം ചെയ്യുന്ന ട്രിപ്പാണ്. അപ്പോൾ തന്നെ ആലോചിക്കാം, 14 ജില്ലകൾ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആകെ ഇനി 10-20 ദിവസമേ ഉള്ളൂ തിരിച്ചു പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദിവസവും ഒരുപാട് സ്ഥലങ്ങൾ കാണാനോ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കുക. കാണുന്ന മാറ്റങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, നാട്ടിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, ടൂറിസ്റ്റ് പ്ലേസുകളെ അപ്പുറത്ത് റോഡും നാടും ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, ഇങ്ങനെ പോണ വഴിക്ക് സ്കൂളുകളോ ഒക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി പോവുക. എന്നിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ കാണും. അത് നമ്മുടെ ഡെയിലി വ്ളോഗ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എൻഡാകുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയും ചെയ്യും. അതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലേ? അതെ. അപ്പോൾ നമ്മൾ പോണ വഴികളും കാഴ്ചകളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് നേരെ എന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാം കേട്ടോ. അവിടുത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നേരെ വയനാട് കടക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നെക്സ്റ്റ് ജില്ലയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെ നോക്കാം, ടൈം എത്രത്തോളം ആകും എന്നൊക്കെ. ഇപ്പോൾ ഏകദേശം 11-12 ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോവാല്ലായിരുന്നു ഏട്ടാ? അതെ, നാളെ തൊട്ട് ഞങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും ഞങ്ങൾ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഏൻ ഊര് കാണാൻ വേണ്ടി പോവാം. അപ്പം ഞങ്ങൾ ലക്ഷ്യം വെച്ച് പോകുന്നത് നമ്മുടെ എന്നൂരിലേക്കാണ്. അപ്പോൾ പോണ വഴിക്ക് കണ്ടതാണ് ഒരു ഫാൻറ്റം റോക്ക് എന്ന് പറഞ്ഞാൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല, പോകാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചാൽ. പക്ഷെ അത് കണ്ടോ, എന്ത് വലിയ പാറയാണ്, കോറിയാണ് പാറ. ഈ കോറിക്ക് എടുത്തിട്ടുള്ള പാറ ഏതാണ് അല്ലേ? പിന്നെ വയനാട്ടിലേക്ക് എൻ്റെ കേറിയതിന് ശേഷം കണ്ട പ്രത്യേകത എന്താണെന്നറിയോ, ഒരുപാട് പൂക്കളാണ് എല്ലാ വീട്ടിലും അല്ലേ. വീടെന്ന് മാത്രമല്ല, സൈഡിലും ഒക്കെ ഭയങ്കരമായിട്ട്. ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടായിരിക്കണം എല്ലായിടത്തും ഒരുപാട് പൂക്കളും ചെടികളും ഉണ്ടോ. റോഡിന്റെ സൈഡിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും സിമെന്റ് കട്ടയും ഉള്ള മതിലുകളാണ്. ഇങ്ങോട്ട് കേറുമ്പോ, അതേപോലെ നമ്മള് നാടുകാണിന്ന് വയനാട്ടിൽ കയറുന്നത് കുറച്ച് തമിഴ്നാടിന്റെ പോർഷൻ ഉണ്ട്. അവിടെയൊക്കെ ആണെങ്കിലും എന്താ പറയാ, ചെടികൾ കൊണ്ടുള്ള മതിലുകളാണ്. ഫാൻറ്റം റോക്ക്. ഒരു പാറേന്റെ മുകളിൽ വേറൊരു കുഞ്ഞിപ്പാറ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ പറ്റും, കണ്ടോ? ഇവിടെ ഫുള്ള് മരമായതുകൊണ്ട്. നമ്മൾ സുൽത്താൻ ബത്തേരി എത്തിയില്ലേ? അല്ല, മീനങ്ങാടി എത്തിയിട്ടുണ്ട്. മീനങ്ങാടിന്റെ എല്ലാ കടകളുടെയും ഫ്രണ്ടിൽ കണ്ടില്ലേ ചെടികൾ വെച്ചിപ്പിച്ചിരിക്കുന്ന ചട്ടിയില് ചെടി. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? അതെ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. വയനാട്ടിലേക്ക് നമ്മൾ കടന്നിട്ട് പ്രധാനപ്പെട്ട ഒരു നഗരത്തിലേക്ക് വരികയാണ്, മീനങ്ങാടി. മീനങ്ങാടിയിലെ നഗരം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാം. അതിമനോഹരമായ ഒരു നഗരം എന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളിയുണ്ട് അല്ലേ? അതെ. എല്ലാ നഗരങ്ങളും ഇങ്ങനെ, എനിക്ക് തോന്നുന്ന ഒരു വ്യാപാരി വ്യവസായികളുടെ ഒക്കെ ഏകോപനത്തോടു കൂടി ചെയ്തൊരു കാര്യമായിരിക്കണം. എന്നിരുന്നാലും നഗരസഭയോ ആരോ ആയിക്കോട്ടെ, പക്ഷെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇങ്ങനത്തെയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനത്തെയുള്ള സിറ്റികൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിരിക്കും. ഒരു വിദേശി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തുനിന്നോ മറ്റു സംസ്ഥാനത്ത് നിന്ന് ഒരാൾ വരുമ്പം മാതൃകയാക്കാൻ തോന്നുന്ന രീതിയിലുള്ള സിറ്റികൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓരോന്നിനും മാതൃകയായി മാറുക എന്നുള്ളത്. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മീനങ്ങാടി വലിയ കൺജസ്റ്റഡ് അല്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. സിറ്റിയിലൊക്കെ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു നഗരം. നമ്മൾ ഏകദേശം ഇവിടെ എത്താനായിട്ട്. അപ്പം നമ്മളിവിടെ സൈഡാക്കിയിട്ട് നമ്മുടെ വണ്ടീൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ. നമ്മളും നമ്മുടെ പിള്ളേരും പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാനാട്ടോ. അതേപോലെ തന്നെ ബേക്കിലും ഒട്ടിച്ചിട്ടുണ്ട്. ബേക്കത്ത് അത്ര കാണില്ല, എന്നാലും അപ്പം നമ്മൾ ഏകദേശം ഏന്നൂരിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
കുറച്ച് ദൂരം കൂടി ഉള്ളൂ കേട്ടോ, ഒരു 2.4 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ ഏനൂരിൻ്റെ പാർക്കിങ്ങിലേക്കാണ് നമ്മൾ പോണത്. വണ്ടി പോകില്ല എന്ന് അവർ പറയുന്നത്, അവിടെ നിന്ന് ജീപ്പിലാണ് പോകേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് നോക്കാം. ഇപ്പോൾ പാർക്കിംഗ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ. 50 രൂപ കേട്ടോ. അപ്പം നമ്മൾ ഏനൂരിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ജീപ്പിൽ പോകണം എന്നൊക്കെ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെയാണ് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടർ. ടോക്കൺ നമ്പർ അനുസരിച്ച് മാത്രം ഇത് ജീപ്പിനുള്ള ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമാണ്. അതിവിടെയൊക്കെ കുറേ ജീപ്പുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി കയറും. ഇവിടെ ബസ്സൊക്കെ ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട്. കുറേ ജീപ്പുകൾ ഇറങ്ങിയിരുന്നു. ഇതിനൊക്കെ ജീപ്പിലാണ് മോളിക്ക് പോകാൻ പറ്റുന്നതാണ് ഇവർ പറഞ്ഞത്. ചോദിച്ചു നോക്കാൻ പറ്റും. പ്രൈവറ്റ് വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല എന്നാണ് പറഞ്ഞത്. 350 രൂപ ജീപ്പിന്. ജീപ്പും ടിക്കറ്റും കൂടെ 350 രൂപ. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ജീപ്പിൻ്റെ ടിക്കറ്റും അതിലേക്ക് പോകാനുള്ള ടിക്കറ്റും രണ്ടും കൂടി ചേർന്നിട്ടാട്ടോ 350 രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചു കൊടുക്കണം ടിക്കറ്റ്. അപ്പോൾ അവർ ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ ജീപ്പിൽ പോവാം കേട്ടോ. ഈ ജീപ്പിലാണ് കേട്ടോ നമ്മൾ പോണേ. ആ ജീപ്പ് നമുക്ക് തന്നില്ല. ആ ജീപ്പ് തന്നില്ല. നമ്മൾ വൈറ്റ് ജീപ്പിലാണ് പോണേ. അപ്പം നമ്മൾ ജീപ്പിൽ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും ഉള്ളൂ കേട്ടോ ജീപ്പിൽ. പിന്നെ നമ്മളെ ഡ്രൈവർ ചേട്ടനും ഉണ്ട്. ജീപ്പിൻ്റെ ഫ്രണ്ടിലിരുന്ന് തന്നെയായിട്ടാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് ശരിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഫുള്ള് ജീപ്പാട്ടോ. പ്രൈവറ്റ് വാഹനങ്ങളൊന്നും ഇതിനുള്ളിലേക്ക് കടത്തിവിടില്ല. കുറേ നാൾക്ക് ശേഷമായിട്ടോ നമ്മൾ ജീപ്പിൽ യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ജീപ്പിൽ യാത്ര ചെയ്ത് നമ്മൾ ഇടുക്കി മൂന്നാർ പോയപ്പോൾ കൊളുക്കുമല പോകാൻ വേണ്ടിയിട്ട് ട്രക്കിങ്ങിന് ജീപ്പിൽ കയറി. അതൊരു വല്ലാത്തൊരു യാത്രയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു അത്. 3 വർഷം മുന്നേ. ഏകലവ്യ മോഡൽ സ്കൂളാണ്. വലിയ സ്കൂളാണ്. സ്കൂൾ ഏതാ കോളേജ് ഏതാ കണ്ടാൽ മനസ്സിലാത്ത രീതിയിലായിട്ടുണ്ട് അല്ലേ? അതെ, ഡെവലപ്മെന്റ്സ് ആണ് ഓരോ സ്ഥലങ്ങളിൽ. ഇവിടെ നിന്നാണ് ഏനൂരിൻ്റെ എൻട്രൻസ് തുടങ്ങുന്നത് കേട്ടോ. ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് പോലെ സംഭവമുണ്ട്. അങ്ങോട്ട് വഴികളൊക്കെ അടിപൊളിയാണ് കേട്ടോ. കോൺക്രീറ്റ് റോഡാണ്. ഇവിടെ റോങ് സൈഡിലാണ് ഡ്രൈവ് ചെയ്യുക. ഇതിൽ വന്നപ്പോഴല്ലോ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് റോങ് സൈഡിലാണ്. കാരണം വളവായതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നത് റോങ് സൈഡിലാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് വാഹനങ്ങളൊന്നും ഇവിടെ കടത്തി വിടാത്തത്. ഇവിടെ ഓടിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് ആയ ഡ്രൈവർമാർ വേണം. അല്ലാതെ വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളായിട്ട് കൂട്ടിയിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഏനൂരിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ ആട്ടോ. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പച്ചപ്പും കാടും മലകളൊക്കെ ആയിട്ട് താഴത്തേക്ക് ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പച്ചപ്പായിട്ട് കുറച്ചും കൂടി അവിടെ താഴെ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് താഴ്ഭാഗമൊക്കെ കാണാം. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അതെ,
പറ്റുവാണെങ്കിൽ അവിടേക്ക് ഒന്ന് പോവാല്ലേ, ടൈം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊരു വ്യാഴാഴ്ച ആയിട്ട് ഇവിടെ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് കാണാൻ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വരുമ്പോൾ തന്നെ നമുക്കൊരു പഴമയുടെ ഫീൽ തരാൻ വേണ്ടി തന്നെ ഒരു മണ്ണിൻ്റെ കളറിലൊരു മതിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മണ്ണല്ലല്ലോ കളർ അല്ലേ, സിമെന്റ്. പക്ഷെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി പണ്ടത്തെ പണ്ട് ഇങ്ങനെയാണല്ലോ നമ്മുടെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളെ വീടിന്റെ നമ്മൾ ചെറിയ 2 കട്ടയൊക്കെ നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടല്ലോ, മണ്ണ് കൈ കൊണ്ട് ഇങ്ങനെ മെഴുകും മണ്ണ്, അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഉണ്ട്. ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി വരുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ആ ഒരു മതിലിന് കഴിയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് മനോഹരമായ കാഴ്ചകളും, മനോഹരം അപ്പുറം പഴമയുടെ ആ ഒരു ഓർമ്മകൾ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്ന് വിചാരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എവിടേക്ക് എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത്. പ്രവേശനം, ആർട്ട് ഏരിയ, ഓഫീസ്, ശുചിമുറി, ട്രൈബൽ കഫ്റ്റേരിയ, അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം പ്രവേശന കവാടം ഇങ്ങോട്ടാണ്, പ്രവേശിച്ച് നോക്കാം നമുക്ക്. അവിടെ കയറി വന്നാൽ തന്നെ ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കുടിവെള്ളമുണ്ട്, അതുപോലെ ശുചിമുറി കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല കാറ്റാട്ടോ, നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കയറുമ്പോൾ തന്നെ അല്ലേ. അതെ, വെട്ടുകല്ലാണ് സ്റ്റെപ്പ്, വെട്ടുകല്ലും കൊണ്ടുള്ള നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ വെയിലുകൊണ്ട് കയറി വരുമ്പോൾ നമുക്ക് കുറച്ച് കാറ്റുള്ളാനും തണലുള്ളാനും ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ചെടിയുടെ രൂപത്തിലൊക്കെ ഓരോന്ന് മനുഷ്യൻ്റെയും ചെടീൻ്റെയും എന്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും ആഫ്രിക്ക പെട്ടെന്ന് ഓർമ്മ വരും അല്ലേ. ആഫ്രിക്കയിലെ ചിത്രങ്ങളുമായിട്ട് ഇതിന് സാമ്യമുണ്ട് കേട്ടോ. അവിടെ ചെയ്തിരുന്ന കാര്യങ്ങൾ കണ്ടില്ലേ, മലാവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് ഇവിടെ ചിത്രങ്ങൾ കാണാൻ കണ്ടില്ലേ. ഒരലിടിക്കുന്നത് നമ്മുടെ നാട്ടിലും പണ്ട് ഉണ്ടായിരുന്നതാണ്, വേട്ടയാടി കൊണ്ടുവരുന്നത്. പണ്ടത്തെ കുഞ്ഞു വീട് കണ്ടില്ലേ, ഇപ്പം ഉണ്ട് പുല്ല് വേണത്. ഇപ്പം അതാ പറഞ്ഞേ, ഇവിടുത്തെ കുറച്ച് വർഷങ്ങൾക്ക് ബാക്കിലാണ് നമ്മുടെ മലാവി എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്. വിറകേറ്റി പോകുന്നതും തലയിൽ ഓരോന്ന് വെച്ച് പോകുന്നതൊക്കെ ഏത് ജീവിത സാഹചര്യത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇന്നത്തെ നിലയിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. നമ്മുടെ മലാവി ഡയറിയിലെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഈ ചിത്രങ്ങൾ ടച്ച് ചെയ്യും കേട്ടോ. പെട്ടെന്ന് ഇതൊക്കെ ശരിക്കും നമ്മുടെ വീഡിയോസിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. കുഞ്ഞു വീടുകൾ, മരം എടുക്കാൻ പോകുന്ന ചേച്ചിമാർ വിറകും കൊണ്ട് വരുന്നത്. ഈ പുല്ലിൻ്റെ ഈ ഒരു ഫോട്ടോ ഉണ്ട്, ഈ വീട് പുല്ല് മേഞ്ഞത് സെയിമാണ് മലാവി, സെയിം പുല്ല് മേഞ്ഞ ഇപ്പം നിൽക്കുന്ന സാഹചര്യം അങ്ങനെയാണ്. ഈ ചിത്രങ്ങളൊക്കെ കാണാനും ഭംഗിയുണ്ടല്ലേ. ലേശം വെയിലുണ്ട്, ഭയങ്കര ചൂടില്ല കേട്ടോ. ഇതിന്റെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലാവിത്തെ പോലൊരു കാര്യം തോന്നണല്ലേ. മലാവിത്തെ കാറ്റ്, നല്ല കാറ്റ്, തണുത്ത കാറ്റ് അങ്ങോട്ട് മേത്ത് കൂടെ ഒക്കെ കണ്ട് എന്താ പറയുക, തലയിൽ കൂടെ കണ്ട് അടിച്ചിങ്ങനെ പോണ ഒരു കാറ്റുണ്ടല്ലോ, ഒരു തണുപ്പ് പോരില്ല ആ കാറ്റ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മലാവിത്തെ സെയിം കാറ്റ് നമുക്ക് മനസ്സിലാവുക. കാരണം ഇവിടെ കൂടുതൽ കെട്ടിടങ്ങളില്ല,
മരങ്ങളാണ് ഏറ്റവും കൂടുതൽ. അപ്പം മരങ്ങളും പ്രകൃതിയൊക്കെ നമുക്ക് നമ്മുടെ കാലാവസ്ഥ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മലാവിൽ ഇവിടെ ഒരു മനസ്സിലാവും. ഇങ്ങനത്തെ കാടുകളിലേക്കോ ശരിക്കും ഈ ഒരു വ്ലോഗ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലാവിയായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതെ, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ തിരഞ്ഞെടുക്കാനും കാരണം. എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു 10-30-40 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നോ ഈ നാട്, അതാണിപ്പോൾ ഒരു ചെറിയൊരു ഇത് കൂടെ നമ്മൾ കാണാൻ വേണ്ടി പോണത്. പക്ഷെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മലാവിയിൽ ആ 10-30 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ ടെക്നോളജി പരമായിട്ട് അവിടെ കുറേയൊക്കെ മാറ്റങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 10-30 വർഷം മുന്നേ ഈ ടെക്നോളജീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ഒരു ടൂറിസം പോലെ വന്ന് കാണുന്നത് നമുക്ക് നേരിട്ട് ആ ജീവിതം അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് മലാവിയിലെ പ്രത്യേകത. മലാവിഡറി കാണുന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ വരുമ്പം ഒരു ട്രൈബൽ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. അപ്പോൾ എന്താണ് ഈ ട്രൈബൽ മാർക്കറ്റുകളിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ, വാങ്ങാൻ പറ്റും. ചോറുണ്ടാണ്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഒരുപാട് ചിത്രകലകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, നമ്മുടെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതൊക്കെ. ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടോ? ഇത് കറക്റ്റ് നമ്മുടെ ആഫ്രിക്കയിലെ ചിത്രകല തന്നെ, കറക്റ്റ് നമ്മൾ മലാവിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് സെയിം ഇതേപോലത്തെ ചിത്രങ്ങൾ അവിടുത്തെ ആൾക്കാരും വരച്ചതുണ്ടായിരുന്നു. നമ്മുടെ പഴയ വ്ളോഗ്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം നല്ല ഭംഗിയുണ്ട് കണ്ടോ. നമ്മൾ വലിച്ചെറിയുന്ന ചിരട്ടയും കൊണ്ടൊക്കെ, പണ്ടൊക്കെ ഇങ്ങനത്തെ ചിരട്ട തവയൊക്കെ ആയിരുന്നു കറികൾ കോരാനും എല്ലാത്തിനും. ഇതിൻ്റെ ചിരട്ടേൻ്റെ സ്പൂണൊക്കെ ഉണ്ട് തോന്നുന്നു. തവി, ചിരട്ടേൻ്റെ അടിയിൽ വേറെ ചിരട്ടേൻ്റെ ഒരു പൊട്ട് വെച്ചിട്ടുണ്ടോ ഈ ഒരു സംഭവം. ആമ, ഇതൊക്കെ അടിപൊളി കേട്ടോ. ഇതുണ്ട് മീനിൻ്റെ ഷേപ്പിൽ കണ്ണൊക്കെ ഉണ്ട്, കൊള്ളാം അല്ലേ. പേനയൊക്കെ ഇട്ട് വെക്കാം, അടിപൊളി. ഇതുണ്ടല്ലേ കുടത്തിലും ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ സംഭവത്തിൽ വരച്ച് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഡെക്കോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. വാളും പരിചയമൊക്കെ കണ്ടു, ഓളേൻ്റെ സംഭവമാണ് ഉണ്ടാക്കിയത് ഇവിടെ. ഇത് വനത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. കാപ്പിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ പ്യുവറായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളും. അതുപോലെ തന്നെ തേനും, കാട്ടുതേന് ഉണ്ടോ, കാട്ടുതേന് ഇവിടെ നമുക്കെല്ലാം വാങ്ങാം കേട്ടോ. ഇതൊക്കെ കാടെന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. കപ്പേൻ്റെ പൊടി 500 ഗ്രാമിന് 100 രൂപ. കപ്പേൻ്റെ പൊടി ഏതാണ് ഇവിടെ കാണാനല്ല, കഴിഞ്ഞു തോന്നുന്നു. ഇതെന്താ, ചോളത്തിൻ്റെ പൊടി കണ്ടോ, മഞ്ഞച്ചോളം. പണ്ട് അരുണേട്ടൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും മലാവിയിൽ നമ്മൾ സീമ ഉണ്ടാക്കണം കാണിച്ചിട്ടില്ല, അതേപോലെ നമ്മുടെ നാട്ടിലും ചോളത്തിൻ്റെ പൊടി കുറുക്കിയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു കുറേ മുന്നേ. അച്ഛൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, കുറച്ചും കൂടിയും പറ്റ ചെറുപ്പത്തിൽ കപ്പപ്പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ ചോളം. ഇവിടെ മഞ്ഞച്ചോളമാണ് കേട്ടോ, മലാവിയിൽ ഉണ്ടായിരുന്നത് വെള്ള കളറിലുള്ള ചോളമായിരുന്നു. റാഗി പൗഡർ ഉണ്ടോ. പിന്നെ പാവക്ക കൊണ്ടാട്ടം, ഇതെന്താ, തിന, വെള്ളിയനരി. ഇത് മുളയരി അല്ലേ ഈ, അല്ലല്ലേ അരി, നെല്ലുത്തരി, തവിടുള്ള വെളിയനരി. കാപ്പി ഉണ്ടോ, പൊടിക്കാത്ത കാപ്പിക്കുരു. ഇത് വറുത്ത കാപ്പി കണി. ഇതുണ്ട് വറുത്ത കാപ്പിയാണിത്, ഇത് വറുക്കാത്ത കാപ്പി. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചുക്ക്, ചോളം, കാപ്പിപ്പൊടി, കൊണ്ടാട്ടം, കുടംപുളി. നല്ല അടിപൊളി കുടംപുളി ആയിരിക്കും കേട്ടോ. മുളേരി കുറേ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ.
എൻ്റെ അച്ഛമ്മയൊക്കെ പണ്ട് മുളയരിയൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. അതായത് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് കേട്ടോ. അച്ഛമ്മേൻ്റെ അനിയത്തീൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ വലിയ മുളങ്കാട് ഉണ്ടായിരുന്നു. അവിടെ അച്ഛമ്മേൻ്റെ അനിയത്തിമാരൊക്കെ പോയി ചമ്മരൊക്കെ അടിച്ച് മാറ്റിയിടുമ്പോൾ താഴെ കാണാം കുറേ മുളയരി. അതൊക്കെ ചേറി പെറുക്കി ഇങ്ങനെ മുളയരി ഉണ്ടാക്കുമല്ലോ. നല്ല ഔഷധമുള്ള സാധനമാണ്. ഇതാ മുളേൻ്റെ ഉമി കളയാത്തത്. ഇതിൻ്റെ ഉള്ളിലാണ് ആ അരി ഉള്ളത് കേട്ടോ. നമ്മുടെ നെല്ലിൻ്റെ പോലെ തന്നെ ഉണ്ടോ. ഇതൊന്നും പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഇത് അധികം കണ്ടിട്ടുണ്ടാവില്ല. ഔഷധമുള്ള സാധനമുള്ളത്. സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. നല്ല എന്താ പറയുക, ഒരു വിഷാംശമില്ലാത്ത പ്യുവറായിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഏന്നൂരിലേക്ക് വന്നാൽ മതി. അപ്പം നമ്മുടെ പഴമയുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ജീവിതവും അവരുടെ വീടും എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏന്നൂരിൻ്റെ ഒരു എന്താ പറയുക കേന്ദ്രഭാഗത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ വലിയ ഓവറായിട്ടുള്ള ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഓരോന്നും കാണാം കേട്ടോ. ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ ജീവിച്ചിരുന്നത്, നമ്മുടെ ജീവിതം, നമ്മുടെ പൂർവികരുടെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിലൂടെ കാണാൻ പോകുന്നത്. ഓരോരോ വീടുകളാട്ടോ ഉള്ളത്. പുല്ല് മേഞ്ഞ വീടുകളാണ്. അവിടെ കൂടുതലുള്ള ചെടി കൃഷികൾ, വൈക്കോലുകൾ കൂട്ടി വെച്ചിരുന്ന വൈക്കോൽ കൂനകളുടെ ഒരു സ്റ്റാൻഡ് പോലെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മുടെ പഴയകാല വീടുകളുടെ ഓർമ്മ, ചെറിയ തിണ്ണയും ഒക്കെ ആയിട്ട് നമ്മുടെ മലാവിലൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. തിണ്ണയൊക്കെയുള്ളൊരു വീട് അല്ലേ? അതെ, തിണ്ണയൊക്കെ ഉള്ള മണ്ണ് കൊണ്ട് തേച്ച വീട്, അതായത് മണ്ണ് മാത്രം ഉപയോഗിച്ച് തേച്ച വീട് നമ്മൾ മലാവിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ വിളിച്ചോതുന്ന, അതായത് പണ്ടത്തെ കാലത്തെ വീടുകൾ ഇങ്ങനെയാണ് കേട്ടോ. തിണ്ണ ഇതുപോലൊരു, ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റും. പണ്ടത്തെ കാലത്ത് കണ്ടത് ഇതിനൊക്കെ എന്ത് തണുപ്പാണെന്നറിയോ? നല്ല തണുപ്പുണ്ട്. ഇത്രയും മൊട്ട കുന്നിലാണ് ഇത് നിൽക്കുന്നത്, എന്നാലും ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇതിൻ്റെ സൈഡിലിരിക്കുമ്പോഴും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് ആക്ച്വലുള്ള മണ്ണല്ല, പക്ഷേ അതിൻ്റെ ഒരു ഡെമോ ആണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു തിണ്ണ, അതേപോലെ തന്നെ തിണ്ട്, മുറ്റത്തുണ്ടാവുന്ന തിണ്ടാണ് ഈ വരച്ച് വെച്ചിട്ടുള്ളതൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ ഓരോ വീടുകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. പണ്ടൊക്കെ നമ്മൾ കുന്നുകൾ ഇടിച്ച് നിരത്തിയിട്ടായിരുന്നില്ല വീട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ തട്ടുകളായി താഴെ ഓരോ വീടുകളും ചിലപ്പോൾ മേളിലാവും, ചില വീട് താഴെയായിരിക്കും. എവിടെയാണോ നിരപ്പായ സ്ഥലം കിട്ടുന്നത് അവിടെ വീട് വെക്കാൻ. ഇന്ന് നമ്മൾ മലയൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് നമ്മൾ വീട് വെക്കെങ്കിലും അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഏതാണോ ഒരു സ്ഥലം കിട്ടുന്നത് ആ സ്ഥലത്ത് വീട് വെക്കാൻ പറ്റും. കാരണം കുഞ്ഞു കുഞ്ഞു വീടുകളാണ്, അപ്പോൾ അതിനുള്ള സ്പേസ് മതി. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഓരോ ആളുകളും തൊട്ടടുത്ത് തന്നെ വീടുകൾ വെക്കും. മലാവിൽ അങ്ങനെ തന്നെയാണ്, നമ്മൾ കണ്ടില്ലേ, ഓരോ വില്ലേജുകളായിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് ഇവിടെയും പണ്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂട്ടുകുടുംബങ്ങളായിട്ടും ഒക്കെ താമസിക്കുമ്പോഴും തൊട്ടടുത്ത് തന്നെ വീട് വെച്ച് താമസിക്കുന്ന ഒരു സ്ഥിതി നമുക്കുണ്ടായിരുന്നത്. ആ ഒരു കാഴ്ചകൾ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. കാണാൻ പറ്റുന്നില്ല, അങ്ങനെ ആയിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ മ്യൂസിയം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ആഫ്രിക്കയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് കാണാൻ പറ്റും ഇങ്ങനെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ പുറം ഭാഗമൊക്കെ കണ്ടല്ലോ, മുറ്റം കണ്ടു, അതേ വെട്ടുകല്ല്, അതേപോലെ കുഞ്ഞ് തിണ്ടുകൾ, മതിലുകൾ. ഇതിൻ്റെ ഉള്ളൊന്ന് കാണാൻ പറ്റുമോ നോക്കാം നമുക്ക്. വാ, ചുറ്റും ഇളം തിണ്ണയുണ്ട്, കണ്ടോ? മരത്തിൻ്റെ കാലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതൊരു ഹാള് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. എന്ത് തണുപ്പ്! ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്ക്, നമ്മളെ മുളയും കൊണ്ട് മെടഞ്ഞതാണിത്. പനമ്പാണ്, പനമ്പ്. പനമ്പ് ഉണ്ടോ? സീലിംഗ്, മുളയുടെ സീലിംഗ്. ഉൾഭാഗം ചുമരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ചുമര് നല്ല മിനുസുള്ള ചുമരല്ലേ, ഇതങ്ങനെയല്ല, പരുക്കനായിട്ടുള്ള ചുമരാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ ചുമരുകളൊക്കെ മണ്ണ് തേച്ച് പിടിപ്പിക്കുക ചെയ്യുക. ഇന്നത്തെ മാതിരി മിനുസമായ പ്ലാസ്റ്റർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിക്കാണ് ഈ ചുമരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വാതിലുണ്ടോ? മുളയും എൻ്റെ പനമ്പൊക്കെ ചേർന്നാണ് മുള നെയ്തെടുക്കുന്നതാണ് പനമ്പ് എന്ന് പറയുന്നത്. ഇത് മുളയുടെ
ഇല്ലികൾ മുളയുടെ നൈസായിട്ട് ചെത്തിയെടുത്തിട്ട് അതുകൊണ്ടാണ് പനമ്പുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം. അതെ, ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ആളുകൾ പണ്ട് കാലത്ത് ചായ കുടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇളം തിണ്ണകളിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ആട്ടോ ഇവിടുത്തെ വീടുകൾ, അടുത്തടുത്ത് ഓരോ വീടുകൾ. അതിനിടയിൽ കുറേ ചെടി നട്ടുപിടിപ്പിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ വീടുകളും ഓരോ തട്ടുകളാണ്. അവിടെയൊക്കെ ഓരോ ചെറിയ ചെടിത്തോട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന പ്രധാന ചെടികളിലൊന്നായിരുന്നു ഈ ഓണച്ചെടികൾ എന്ന് പറയുന്നത്. ബോൾസ് ഉണ്ടാ. ഒരു വീട് ഒരുപാട് മിറ്റമൊന്നും ഉണ്ടാവില്ല, ചെറിയ മിറ്റമൊക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ചെറിയ പോർഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ടായിരുന്നു നമ്മുടെ പണ്ട് കാലത്ത് അമ്മമാർ. അതുപോലെ തന്നെ ചെറിയൊരു അടുക്കളത്തോട്ടം. പണ്ടത്തെ വീടുകളുടെ തീരങ്ങളിലൊക്കെ ചെറിയ ചെറിയ കൃഷികൾ ഉണ്ടാകുമായിരുന്നു. അതെല്ലാം ഇവിടെ അങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണപ്പോൾ ഏൻ ഊരെന്ന് പറഞ്ഞ പ്രസിദ്ധമായൊരു സ്ഥലം. പ്രസിദ്ധമായല്ല, നമ്മുടെ പൂർവികരുടെ ജീവിതവും അവരുടെ ജീവിത രീതികളൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇത് ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു പ്ലേസാണ്, നമുക്ക് കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് തോന്നിയത് പറയാം. നമ്മളെല്ലാം ഭംഗിയുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അതിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. ഇവിടെയൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചെടികൾ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിപ്പോൾ കുറേ ആയല്ലോ തുടങ്ങിയിട്ട്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ചെടികളൊക്കെ വെച്ച് ഈ ഫ്രീ ആയിട്ടുള്ള സ്പേസിലൊക്കെ ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗി കൂടും. അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ കുട്ടികളുമായിട്ടും ടൂറിസ്റ്റ്, അതായത് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇതിപ്പം വ്യാഴാഴ്ച ആയിട്ട് ഇത്ര തിരക്കുണ്ട്, അപ്പോൾ ഹോളിഡേയ്സിലൊക്കെ നല്ല തിരക്കുണ്ടാകും. അപ്പോൾ ഇവിടെ ഈ വീടിൻ്റെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആ വീടൊക്കെ നോക്കിയാൽ നമുക്കറിയാം അതിലുള്ള വലയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലുള്ള പുല്ലൊക്കെ പോയി, പുല്ലൊക്കെ കുറച്ചും കൂടി വെച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും, ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനും. ഇപ്പോൾ ഓരോ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് നമ്മൾ വരുന്നത് അവിടുത്തെ ഓരോ അട്രാക്ഷൻ കൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പുല്ലൊക്കെ വെച്ച് ഇതൊന്ന് പുറം ഭാഗം ഒന്ന്, ഉൾഭാഗമൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. പുറത്തുള്ള ഈ പുല്ലൊക്കെ ഒന്ന് വൈക്കോലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ കാണുന്നത് ഇവിടെ കണ്ടോ ചെറിയ ചെറിയ ചെടികളുണ്ട്. എല്ലാം ഇനി ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല, നമ്മുടെ തെറ്റാണെങ്കിൽ എല്ലാം ക്ഷമിക്കുക. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വെച്ച ചെടികളാണ്. വരുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നു പെട്ടെന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവിടെ മെയിൻ്റെനൻസ് വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ ഉൾഭാഗമൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ പുറം ഭാഗം ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ആ ബിൽഡിങ്ങിനൊക്കെ പുറകിലെ പെയിന്റ് ഒക്കെ പോയി തുടങ്ങി. അതെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളി. നല്ല ചെടികളുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ അതിന്റെ മേളിലേക്ക് നോക്കുമ്പോൾ ആ പുല്ല് വെച്ചിട്ടുണ്ടായിരുന്ന വലകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ തീരെ മെയിൻറ്റെയിൻ ചെയ്യണില്ല നമ്മൾ പറയുന്നില്ല. വരുന്ന വഴിക്ക് അവിടെ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പഴയതും കൂടെ കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ്. തീരെ നശിച്ചു കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മുമ്പ് മലാവിലെ കണ്ടിരുന്നിട്ട് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കില്ല അവര്. അതെ, അവിടെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ചെയ്യാതെ കണ്ടോ വലയൊക്കെ തൂങ്ങി കിടക്കുന്ന മാറ്റിയിട്ട് ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കാരണം പുല്ലുകളൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അത് വീണ്ടും റീസ്റ്റോർ ചെയ്യണം ശരിക്കും. ഇതിലാണ് ആ ഭംഗി നിലനിൽക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് വയനാട് ഏൻ ഊരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ പൈതൃകം തന്നെ നമുക്ക് പറയാം. അത് കാണാനാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടു, മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക അല്ലേ? അതെ, വയനാട്ടിലെ ഏകദേശം ഒന്നും ഇല്ല. വയനാട്ടിലെ നമ്മൾ അറിയാലോ, നമുക്കിനി പോകാൻ ഒരു 20 ദിവസമേ ബാക്കിയുള്ളൂ. നമുക്ക് 14 ജില്ലകളുണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലും ഒരു ദിവസം തന്നെ സ്പെൻഡ് ചെയ്താൽ നമ്മളെ ഉള്ള ലീവ് കഴിയും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതും എത്തിപ്പെടാൻ പറ്റുന്നതുമായിട്ടുള്ള ഓരോ ജില്ലയിലത്തെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ പോണത്. അപ്പം ഇതിൻ്റെ തൊട്ട് മുന്നേ വന്നിട്ടുള്ള നമ്മുടെ വയനാട്ടിലെ പൂപ്പൊലി, അമ്പലവയലുണ്ടായിരുന്ന പൂപ്പൊലിയും അതുപോലെ എടയ്ക്കൽ ഗുഹയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ നമുക്ക് ഈ വയനാടിൻ്റെ ഏനൂരും കൂടെ. അപ്പോൾ വയനാട്ടിലെ വിശേഷങ്ങൾ
ചിലപ്പോൾ ഈ വീഡിയോ വെച്ചിട്ട് അവസാനിക്കും, അല്ലെങ്കിൽ തുടർന്ന് ഒരു വീഡിയോയും കൂടെ ഉണ്ടാവും, പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഈ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ജില്ലകളിലൊക്കെ തുടർന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഏതൊക്കെ ജില്ലകളിൽ എന്തെല്ലാം നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ മലാവി ഡയറി വീണ്ടും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.